നമ്മൾ ഈ മിററൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ വാഷ് ബേസിനിൽ എവിടെയാണല്ലോ ഈ മിക്ക ആൾക്കാരും സിലിക്കൺ അടിച്ച് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ സിലിക്കൺ അടിച്ചതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇത് ഫംഗസ് ആയിപ്പോയി. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഫിറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് വെച്ച് ഇത് റിമൂവ് ചെയ്യാനും പാടാണ്, പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആയതാണ്. ഇത് ഊരിയെടുക്കൽ ടാസ്ക്കാണ്. ഞങ്ങളിപ്പോൾ ഈ നൈഫൊക്കെ ഇട്ട് ഇങ്ങനെ ഈ സൈഡൊക്കെ ഗ്യാപ്പ് ഇട്ട് അങ്ങനെ ഊരിയെടുക്കുകയാണ്. എന്തായാലും നമുക്കിത് അഴിച്ചിട്ട് നോക്കാം ഇതെങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു ലൈനിലാണ് ഈ ഔട്ടർ ലൈന് ഈ അടിച്ചേക്കുന്ന സിലിക്കൺ അടിച്ചേക്കുന്ന ഒരു ഔട്ടർ ലൈനിലാണ് ഈ കംപ്ലൈൻറ്റ് വന്നത്. ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നത്, ഇവിടെ പീസൊക്കെ അടിച്ചിട്ട് അതിൽ സിലിക്കൺ അടിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. എന്തായാലും നമ്മൾ സിലിക്കൺ ടച്ച് ചെയ്യാതെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് പുതിയത്. അപ്പോൾ നമ്മളിത് ഫുള്ള് ക്ലിയർ ചെയ്ത്, അപ്പോൾ ഇവിടെ ഈ ഭിത്തി ഇങ്ങനെ ഇതായിട്ടാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ ഒരു മിറർ സെറ്റ് ചെയ്യണം, നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യണം. ഈ ഒരു ഷേപ്പായിട്ടുള്ള മിററാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വാള് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ടൈൽസുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്ന ഒരു കളർ ഷീറ്റ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇത്രയും ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു മിറർ, അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്ഷൻ കൂടെ ആവും മിററിന്, ബാക്കിൽ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാനലിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മിറർ സെറ്റ് ചെയ്യാൻ പോവാണ്. മിറർ നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ചെയ്തേക്കുന്നത്. സിലിക്കണൊന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാതൊരു ഇങ്ങനെ ലോക്ക് ചെയ്തിടാവുന്ന സിസ്റ്റത്തിലാണ്. ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് സ്ക്രൂ കാര്യങ്ങളൊന്നും വരത്തുമില്ല, ഈസി ആയിട്ട് ഊരിയെടുക്കാം, ഊരി ക്ലീൻ ചെയ്യുക, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയേക്കുന്ന റിസൾട്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയേക്കുന്ന റിസൾട്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.